ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഓഫീസ് വർക്ക് എത്രയും വേഗത്തിൽ അല്ലെങ്കിൽ എത്രയും എളുപ്പത്തിൽ ഇൻറ്റീരിയർ ചെയ്തെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ ഒരു ഓഫീസ് ഞാൻ ചെയ്തിരിക്കുന്നത് ഏറ്റുമാനൂരിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ പാലാക്ക് പോകുന്ന വഴിയിലാണ് ഈ ഓഫീസ് ചെയ്തിരിക്കുന്നത്. ഈ ഓഫീസിലെ ഏറ്റവും പ്രത്യേകതയായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു മാനേജർ ക്യാബിൻ വേണം എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപ്രകാരം ക്യാബിന് വേണ്ട സ്ഥലം മാർക്ക് ചെയ്യുകയും അതിന് വേണ്ടുന്ന പാർട്ടീഷൻസ് റെഡിയാക്കുകയും ഒരു ടേബിളും ഒരു സൈഡ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു 2 പേർക്ക് ഇരിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഓഫീസാണ്, ചെറിയൊരു ഓഫീസ് ക്യാബിൻ ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഒരു വർക്ക് സ്റ്റേഷൻ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു റിസപ്ഷൻ കൗണ്ടർ. ചിത്രങ്ങളിലൊക്കെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. റിസപ്ഷൻ കൗണ്ടറും അതിന് മുന്നിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന, വിസിറ്റേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ്സുമാണ് ഈ ഓഫീസിൽ ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പാർട്ടീഷൻ എല്ലാം പ്ലാൻ ചെയ്തത്. അതിനു വേണ്ടിയിട്ട് 16 mm പ്ലൈവുഡാണ് 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുകയും അതിന് 2 വശവും 6 mm തിക്നെസ്സുള്ള പ്ലൈവുഡുകൾ അടിച്ച് അതിൽ ലാമിനേഷൻ ഒട്ടിച്ചാണ് ഈ പാർട്ടീഷനുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ഓഫീസുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാഷ് കൗണ്ടർ അല്ലെങ്കിൽ റിസപ്ഷൻ കൗണ്ടർ ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിലാണ്. അതായത് ഓഫീസിലിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ക്യാഷ് കൗണ്ടറിലിരിക്കുന്ന വ്യക്തി കിഴക്കോട്ട് നോക്കി ഇരിക്കണം. അതാണ് ശരിയായ രീതിയിൽ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ശരിയായ സ്ഥാനം. ആ രീതിയിലാണ് നമ്മൾ ക്യാഷ് കൗണ്ടറോ അല്ലെങ്കിൽ റിസപ്ഷൻ കൗണ്ടറോ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളർ തീം എന്ന് പറയുന്നത് പാർട്ടീഷനുകളിലെല്ലാം ടീക്കൂട്ട് കളറിലെ ലാമിനേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തേക്ക് മരത്തിൻ്റെ ഒരു ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യും. അതിനുള്ളിൽ പുറത്തെ കാഴ്ചകളും പുറത്തെ വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടി വലിയ 2 ഗ്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാഷ് കൗണ്ടറിന് സെലക്ട് ചെയ്തിരിക്കുന്ന കളർ തീം എന്ന് പറയുന്നത് വൈറ്റ് മാർബിൾ മൈക്കയാണ്. അതിന് പാരലായിക്കൊണ്ട് തന്നെ ആ പാറ്റേണിൽ തന്നെ ഡാർക്ക് കളർ തീമുള്ള മൈക്കയോ ആണ് ഈ ഓഫീസ് ടേബിളുകൾക്കും റിസപ്ഷൻ ടേബിളുകൾക്കും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ചിത്രങ്ങളിലൊക്കെ വ്യക്തമായിട്ട് കാണുന്നത് പോലെ തന്നെ പുറകുവശത്തൊരു DB ഉണ്ടായിരുന്നു. അതൊരു വെല്ലുവിളിയായിരുന്നു. ആ DB ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പുറകിൽ മൊത്തം വയറുകൾ പോയിരിക്കുകയാണ്. അപ്പോൾ അടിവശത്തൊരു സ്റ്റോറേജ് സ്പേസ് ആക്കിക്കൊണ്ട് ആ DB പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ DB ഇരിക്കുന്ന പോർഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലാമിനേഷൻ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എപ്പോഴും നമ്മൾ സ്പേസർ ഇട്ടുകൊണ്ട് ഒട്ടിക്കുക. ഒറ്റ പീസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് എയർ കയറി ബബിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലാമിനേഷൻ എപ്പോഴും കട്ട് ചെയ്തുകൊണ്ട് വീതി കുറച്ചുകൊണ്ട് സ്പേസർ ഉപയോഗിച്ച് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഈ റിസപ്ഷൻ കൗണ്ടറിൻ്റെ പുറകുവശത്തായിട്ട് ഒരു ലോഗോ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ബ്രാൻഡിങ് നെയിം എഴുതുന്നതിന് വേണ്ടി ഒരു
പാനലിംഗ് കൊടുത്തുകൊണ്ട്, ഭിത്തിയിലൊരു പാനലിംഗ് കൊടുത്തുകൊണ്ടാണ് ബാക്കി ഹൈലൈറ്റ് മൈക്കായ ഡാർക്ക് കളർ അവിടെ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രാൻഡിങ് നെയിം വരുമ്പോൾ ആ ഒരു ഏരിയ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നും. ആ രീതിയിലാണ്, വളരെ സിമ്പിളായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി വർക്കുകളൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. ആകെ ഒരു കേബിനുണ്ട്. അതേപോലെ തന്നെ ഉള്ളിൽ കേബിൻ്റെ ഉള്ളിൽ മാനേജർക്ക് ഇരിക്കാനുള്ള ടേബിളും സൈഡ് ടേബിളും മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ വിസിറ്റേഴ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ 2 പേർക്ക് അവിടെ ഇരുന്ന് ഡിസ്കഷൻ നടത്താനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. അതേപോലെ റിസപ്ഷൻ ഏരിയയിൽ ഒത്തിരി വർക്കുകളൊന്നും കൊടുത്തിട്ടില്ല. ലോഗോ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പാനലിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശത്തായിട്ട് കുറേ പൈപ്പുകൾ പോയിരുന്നു. വയറിങ്ങിൻ്റെ പൈപ്പുകളെല്ലാം മുകൾ വശത്തൂടെയാണ് പോയിരുന്നത്. ഈ ഇലക്ട്രിക്കിൻ്റെ പൈപ്പുകളെല്ലാം മുകൾ വശത്തൂടെയാണ് പോയിരുന്നത്. അപ്പോൾ അത് കവർ ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സ്ട്രാ ബീം പോലെ സെറ്റ് ചെയ്തു. അപ്പോൾ ആ പൈപ്പുകളെല്ലാം ആ ബീമിൻ്റെ ഉൾവശത്താവുകയും അതുപോലെ തന്നെ അതിൻ്റെ അടിവശത്ത് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ റിസപ്ഷൻ കൗണ്ടറിൻ്റെ പുറകുവശത്തെല്ലാം പ്ലെയിൻ ഭിത്തിയാണ് ഫീൽ ചെയ്യുന്നത്. വൈറ്റ് കളറാണ് ഭിത്തിക്ക് അടിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഇത് കണ്ടാൽ മാത്രം മതി. ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് ശ്രദ്ധയോടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇതേപോലുള്ള ഒരു ഓഫീസ് സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. ഇൻറ്റീരിയർ സംബന്ധമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്കറിയുന്നതിന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓഫീസുകൾ ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗി കൂടുന്നതിനും മനോഹാരിത കൂടുന്നതിനും ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന കണ്ട വൈറ്റ് കളർ ഭിത്തി, വൈറ്റ് ഭിത്തിയാണ്. മുകൾ വശത്തായിട്ട് ഒരു ബീമും ഉണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറേ ലൈറ്റുകളും. ഇതെല്ലാം ലൈറ്റുകളൊക്കെ വരുമ്പോൾ ആ ഭിത്തിക്ക് കൂടുതൽ അട്രാക്റ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ കളർ തീമാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മൈക്ക് ഞാൻ പറഞ്ഞു, തേക്കിൻ്റെ ടീക്കൂട്ട് കളറിലെ ലാമിനേഷനാണ് പാർട്ടീഷനുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ടേബിളുകൾക്കും കൗണ്ടറുകൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് മാർബിൾ ടോപ്പും അതിന് പാരലായ ഡാർക്ക് മൈക്കയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.